ദേശീയ സംസ്ഥാന രാഷ്ട്രീയം ജനങ്ങളിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ദേശീയ സംസ്ഥാന രാഷ്ട്രീയം എങ്ങനെയാണെന്ന് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിനൊരു വിശദീകരണം നടത്തേണ്ട ആവശ്യമില്ല എന്നുതന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് BP സിംഗ് അധികാരത്തിൽ വന്ന കാലത്ത് സംഘപരിവാറിന്റെ കൂട്ടുപിടിച്ച് BP സിംഗിനെ താഴെ നിർത്തിയത് ആരാന്നൊക്കെ അറിയാം. ഞാനത് വിശദീകരിക്കുന്നു. അത് ജനങ്ങൾക്ക് ബോധ്യമാവും. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം ഈ ഇലക്ഷനെ നേരിടുമ്പോൾ കേരളത്തെ വോട്ടർമാരുടെ കയ്യിൽ നിന്ന് വോട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് നമ്മൾക്ക് നൽകാനുള്ളത്, ഓരോ പ്രദേശത്തുള്ളത്, അതിലേക്കാണ് വേണ്ടത് എന്നാണ് എൻ്റെ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല, അതുകൊണ്ട് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരുമിച്ചുള്ള ചർച്ച നടത്തും. നമ്മളെപ്പോഴും അന്തർദേശീയ തലത്തിൽ ചർച്ച നടത്തുകയും ഇവിടുത്തെ ആളുകളുടെ പ്രശ്നം കാണാതെ പോവുകയും ചെയ്യുന്ന നയമാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ആളുകൾ ഈ ജീർണത അവസ്ഥയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ആ രീതിയിലേക്ക് ഇതിനെ ഒതുക്കിക്കൊണ്ടുവന്ന് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്ന രീതിയിലേക്ക് ഇത് വരേണ്ടത് ആവശ്യമായി. 10-60 കാലമായിട്ട് ഇവിടെ മുന്നണി ഭരണം നടത്തിയിട്ടുള്ളത്. അതിൽ 5 വർഷം LDFും 5 വർഷം UDF മാറി മാറിയാണ് വരുന്നത്. കേരള രാഷ്ട്രീയത്തിലെ ഒരാൾക്ക് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തീരുമാനമില്ല എന്ന് ഈ 5 വർഷത്തെ ഭരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഓരോ ഇങ്ങനെ ചിന്തിക്കുമ്പോഴും അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രാദേശിക പ്രശ്നങ്ങൾ ആരിലൂടെ പരിഹാരം കാണാൻ സാധ്യമാവും എന്നുള്ള ചിന്തകൾ ഒതുങ്ങി നിന്നുകൊണ്ടാണ് ഈ ജനങ്ങൾ ഈ രീതിയിൽ മാറി മാറി ചിന്തിക്കുന്ന തലത്തിലേക്ക് ശരിക്കും വരുന്നത്. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഞാനടക്കമുള്ള ആളുകൾ NDAയുടെ ഭാഗമായിട്ട് വരുന്നത് ഇടതും വലതും മുന്നണികൾ കേരളത്തിലെ ആദിവാസികളെ ദളിതരെയും ഒരു രാഷ്ട്രീയ മനുഷ്യരായിട്ട് കാണാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. അതിന്റെ ഭാഗമായിട്ടാണ് ഈ NDAയുടെ 3ാം മുന്നണിയുടെ ഘടകകക്ഷിയായിട്ട് എന്നെ പോലുള്ള ആളുകൾ വരേണ്ടി വന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്ന, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന രീതിയിലേക്ക് കേരള രാഷ്ട്രീയം മാറേണ്ടതുണ്ട്. അത്തരം മാറ്റത്തിന് കേരളത്തിലുള്ള ഇടതും പലതും മുന്നണികൾ തയ്യാറായിട്ടില്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് ഒരു മുന്നണി ഇവിടെ വളർന്നു വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് BJPക്ക് ഇത്രയധികം ആളുകളുണ്ടായി? അത് അമേരിക്കന്നോ ലാറ്റിൻ അമേരിക്കന്നോ അവിടെ നിന്ന് ഇറക്കിയ ആളുകളല്ല. വലതു മുന്നണികളിൽ തന്നെ ഉണ്ടായിരുന്ന ആളുകളാണ് BJPയിൽ പോയിട്ടുള്ളത്. ഞാനടക്കമുള്ള ആളുകൾ അങ്ങനെയാണ് പോയിട്ടുള്ളത്. അത് എന്തുകൊണ്ട് അങ്ങനെ പോകേണ്ടി വന്നു? ഇവിടുത്തെ മുന്നണിയുടെ ജനവിരുദ്ധ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വളർന്നു വരുമ്പോൾ മാത്രം അതിനെക്കുറിച്ച് വിമർശിക്കുന്ന ഈ നയത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിനെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു ബദൽ രാഷ്ട്രീയ സാധ്യതയാണ് NDA